അപ്പോൾ തിരുവോണ ദിനത്തിൽ 24ന്റെ പ്രേക്ഷകരെ തേടിയുള്ള ഈ യാത്ര നമ്മൾ രാവിലെ തുടങ്ങിയതാണ്. അത് ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പം പാലക്കാട് ന്യൂ സിവിൽ നഗറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഒരു അങ്കിളും ആന്റിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ അരികിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം ഇല്ല അല്ലേ? ഓണം ഞങ്ങള് ബ്രദർ മരിച്ചുകൊണ്ട് ഓണാഘോഷങ്ങളില്ല, പൂക്കളൊന്നും ഇല്ലാത്തത്. ഞങ്ങളുടെ നൈബർ കൂടിയാണ് ഇവർ രണ്ടുപേരും. നമ്മൾ അടുത്തിടെയാണ് ഈ സിവിൽ നഗറിലേക്ക് വന്നത്. അപ്പം ഞങ്ങളിവിടെ വന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, ഞങ്ങൾ രാവിലെ മുതൽ നമ്മുടെ 24ന്റെ പ്രേക്ഷകരെ കണ്ട് അവരുടെ ഓണവിശേഷങ്ങളൊക്കെ ചോദിച്ച് അവർക്കൊരു ഓണ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം അങ്ങളുടെ ആൻറ്റിക്കാണ് തരാൻ പോകുന്നത്. ക്യൂ സ്പൈസസിൻ്റെ ഒരു സമ്മാനമാണ്. അത് രണ്ടുപേർക്കും കൂടെ നമുക്ക് കൈമാറാം. കുഴപ്പമില്ല, അങ്ങനെ മതി. സാധാരണ ഓണത്തിന് എങ്ങനെയാ തിരുവോണ സദ്യ നിർബന്ധം ഉണ്ടാകും. മക്കളൊക്കെ വരും, മകൻ വരും. അല്ല, മകൻ വരില്ല, മകള് വരും. മകൻ അബുദാബിയിലാണ്, വരാൻ പറ്റില്ല. ഇത്തവണ ഇപ്പൊ ഇത് ഉണ്ടായതുകൊണ്ടാണ് മരണം വരാത്തത്. ആഘോഷങ്ങളില്ല. മാതേവര വെക്കാറുണ്ട് അല്ലേ? പാലക്കാടിന്റെ ഒരു പ്രത്യേകത അതാണ്. മാതേവര വെച്ചുകൊണ്ടാണ് അവരെ നേദിച്ച് അല്ലേ? അത് തിരുവോണ ദിനത്തിലാണ്. ഉത്രാടത്തിന് വെക്കും. ഉത്രാടത്തിന് വെച്ചിട്ട് പൂജിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ഒന്നും വേണ്ടെന്ന് വെച്ചു. ഞങ്ങളവിടെയൊക്കെ തിരുവോണ ഈ മാതേവര പറയുന്നത് ചിലയിടത്ത് തൃക്കാക്കരപ്പൻ എന്ന് പറയും, മാവേലി എന്ന് പറയും. അങ്ങനെ ഓരോ രീതിയിൽ ഞങ്ങളും അതെ തൃക്കാക്കരപ്പനാണ്. അതെ. അപ്പൊ എന്തായാലും സന്തോഷം. നമ്മൾ 10 വീടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പലയിടങ്ങളിലും ആളുകളെ കണ്ട് അവരൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടാണ് കയറി ചെന്നത്. ഇതിപ്പോൾ അവസാന വീടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നേരത്തെ അവരുടെ അടുത്ത് കണ്ട് സംസാരിച്ച ശേഷമാണ് വന്നത്. എന്തായാലും 24ന്റെ പ്രേക്ഷകർക്ക് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ കണ്ടു. അവർക്കെല്ലാം തന്നെ ഈ ഓണസമ്മാനങ്ങൾ നൽകി. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൂടിയും എല്ലാവരുടെയും മനസ്സിൽ ഓണമുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഘോഷം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ 24ന്റെ പ്രേക്ഷകരെ പലയിടങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം.